5 വയസ്സ് വരെ ഒരു കുട്ടിയുടെ എല്ലാം ആണ് അവൻ്റെ മുന്നിൽ. ഒരു കുട്ടിയുടെ ഡോക്ടർ, നഴ്സ്, എഞ്ചിനീയർ എന്തെല്ലാമാണ് ഒരു കുട്ടിക്ക് ആവശ്യമുള്ള രീതികളൊക്കെ അവൻ്റെ സമയത്ത് ആ കുട്ടീനെ കാണാനില്ലാതെ. അങ്ങനെ ബെല്ലടിച്ച് കഴിഞ്ഞ് എല്ലാ കുട്ടികളും വന്നപ്പോൾ ആ കുട്ടീനെ മാത്രം കാണാനില്ല. ആകെ ബേജാറായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ വിളിച്ച് തിരഞ്ഞു നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ആ കുട്ടീൻ്റെ ഒറ്റയ്ക്ക് നടന്നു വരുന്നു. 1-ാം ക്ലാസ്സിലുള്ള ആളാണ്. നടന്നിങ്ങനെ വന്നപ്പോൾ എല്ലാവരും കൂടി എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വാക്കാണ് പറഞ്ഞത്. ഉസ്താമാരൊക്കെ ചോദിച്ചു, നായ്ക്കളില്ലേ അല്ലെങ്കിൽ അണ്ണാച്ചിയിൽ പിടിച്ചുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവൻ പറയാണ്, എൻ്റെ അമ്മ പറഞ്ഞെന്നെങ്കിൽ തവക്കൽത്തു അലല്ലാന്ന് പറഞ്ഞ ഒന്നും പറ്റൂല, ഞാൻ അത് പറഞ്ഞിട്ടാണ് പോയിക്കുന്നത്. അപ്പോൾ ആ ചെറിയ കുട്ടിയുടെ മനസ്സിൽ അവൻ്റെ ഉമ്മ പറഞ്ഞു കൊടുത്ത മഹത്തായ ആ വചനം അവൻ്റെ ഹൃദയത്തിലേക്ക് എന്തിനും തടുക്കാനുള്ള ഒരു വലിയ മരുന്ന എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളൊക്കെ ഇന്ന് ഏറ്റവും ലോകത്തിൽ പുകഴ്ത്തപ്പെടുന്ന ഔലിയാക്കന്മാരുടെ നേതാവായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ ലസീ തങ്ങൾ അവരുടെ ഉമ്മാൻ്റെ വാക്കാണ് ആ കള്ളന്മാർ വരെ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായി തീരുന്നത്. നീ കളവ് പറയരുത് എന്ന് പറഞ്ഞ ആ വാക്ക്, ആ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മാതാവ് വലിയൊരു ഘടകമാണ് കുട്ടികളെ ഈ പഠിപ്പിക്കുന്ന ആ രംഗത്ത്. അവരൊരു പ്രത്യേക ലോകമാണ്. മാതാവിൻ്റെ ആ മടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിക്കുന്ന കുട്ടികളെയാണ് ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തുന്നത്. കുറച്ച് കുട്ടികൾ നമ്മൾ കണ്ടല്ലോ കരയണതൊക്കെ. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക മാറ്റം സംഭവിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ പ്രോത്സാഹനങ്ങളും സഹായവും നൽകണം. ദേഷ്യം പിടിക്കുന്ന ഉമ്മാരൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് ദേഷ്യങ്ങളൊക്കെ മാറ്റി വെക്കണം. നിങ്ങളെന്താണോ അവർ വീട്ടിൽ നിന്ന് പറയുന്നത് ആ ചീത്തകൾ അവർ മദ്രസയിൽ വന്ന് പറയും. കാരണം അവർക്ക് പഠിക്കാൻ വേറെ ഒരു ഭാഗമില്ല. അവർ പഠിച്ചത് നിങ്ങളിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അവർ മദ്രസയിൽ വന്ന് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പറയും, പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് എൻ്റെ മകൻ നന്നാകണം, നല്ല രീതിയിലാകണം, എൻ്റെ മകൾ നന്നാകണം എന്നുള്ളൊരു ബോധം മാതാപിതാക്കൾക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഒരു പ്രാർത്ഥനയും പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്യുന വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നുള്ള ദുആ മാതാപിതാക്കൾ എപ്പോഴും ദ്വാരക്കേണ്ടതുണ്ട്. സന്താനങ്ങളെ കൺകുളിർക്കാക്കാനും ആനന്ദമാക്കാനും ആയിത്തീരാനുള്ള ഒരു കാരണമാകും ആ പരിശുദ്ധമാക്കുന്ന ഖുർആൻ്റെ ആ ദുആ. നിസ്കാരത്തിലൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ സ്ഥാപനത്തിൽ ഒരു പ്രത്യേകമായ കോഴ്സ് കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഈ ക്ലാസ് അല്ലാഹു തആല ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിച്ചേരട്ടെ. ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അല്ലാഹു ഇൽമുൻ, അതുപോലെ തന്നെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും സമൂഹത്തെയൊക്കെ അനുസരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി തീർക്കട്ടെ എന്ന് ദ്വാരന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടുകൂടി ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.